ഒന്ന് കഴിഞ്ഞ 2 പതിറ്റാണ്ട് 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കെടുത്താൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് CPM-നാണ്. ഒറ്റത്തവണ 2011 അവർക്ക് ഭരണം നഷ്ടമായി എന്നത് ഒഴിച്ചാൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ വളരെ മികച്ച പ്രകടനമാണ് എന്ന കാര്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് കഴിഞ്ഞ 1 പതിറ്റാണ്ടായി ഭരണത്തിൽ നിന്ന് പുറത്താണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ ഭരണം കിട്ടില്ല എന്നൊരു സൂചന കൂടി ആനുഷംഗികമായി വരുന്നുണ്ട്. പറയാൻ ശ്രമിക്കുന്നു CPM. അത് അല്ല, ജനാധിപത്യത്തിൽ ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന കേരളത്തിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് ഷെയർ മതി അധികാരത്തിലെത്താൻ. ഞാൻ നേരത്തെ ആദ്യ ചർച്ചയിൽ തന്നെ പറയുകയുണ്ടായി, കേരളത്തിൽ BJP ചുവട് പിടിച്ച് മുന്നേറി വരുന്നത് ഏറ്റവും കൂടുതൽ ആശ്വാസകരമാകുന്നത് ഇടതുപക്ഷത്തിനാണ്. അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാകുമ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട്, അത് ആ വോട്ടിംഗ് ശതമാനം തുടർന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കുക. വോട്ട് ശതമാനത്തിൽ വോട്ട് അവർക്ക് കുറയുകയാണ്. എന്നാൽ അതേ സമയത്ത് അവർക്ക് കുറയുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് UDF-ന് കുറയുന്നു, അഥവാ മൈനസ് ആകപ്പെടുന്നു. എവിടേക്ക്? BJP-യിലേക്ക്. ഇതാണ് ഈ കേരളത്തിൽ, അല്ലാതെ ഈ പറഞ്ഞതുപോലെയല്ല. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ലേഖനമാണല്ലോ നമ്മളെ ചർച്ചാ വിഷയം. സാധാരണ മുഖ്യമന്ത്രി എഴുതുന്ന ലേഖനങ്ങൾ ദേശീയ പ്രശ്നങ്ങളുണ്ട്, സംസ്ഥാന പ്രശ്നങ്ങളുണ്ട്, അന്താരാഷ്ട്ര പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. പ്രത്യേകിച്ച് പാലസ്തീൻ ഇഷ്യൂ, അതിന് ശക്തമായി മനുഷ്യർ പ്രതികരിക്കേണ്ട ഘട്ടങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. 10,60,000 ആളുകളെ കൊന്നു തീർത്തു, എല്ലാ വീടുകളും തകർത്ത് കളഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനി അവിടെ അവശേഷിക്കുന്ന ഇപ്പോ പാലസ്തീൻ ഇഷ്യൂ ആവട്ടെ, മറ്റ് അന്താരാഷ്ട്ര ഇഷ്യൂ ആവട്ടെ, ഇതൊക്കെ CPM മാത്രം പ്രതികരിക്കേണ്ട വിഷയങ്ങളാണോ? ഒരു സെക്കൻഡ്. ഇപ്പോ കോൺഗ്രസിന്റെ പ്രതികരണം ഇക്കാര്യത്തിലുണ്ടോ, അല്ലെങ്കിൽ മറ്റ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണം ഉണ്ടോ? ഇതൊക്കെ CPM മാത്രം പ്രതികരിക്കേണ്ട വിഷയങ്ങളാണോ? അത് അരുൺകുമാർ ചോദിച്ചോളും, നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങൾ എന്തിനാ അത്ര കഷ്ടപ്പെടണേ? എനിക്ക് ഏതായാലും വളരെ കുറഞ്ഞ സമയമുള്ളൂ. ഞാൻ പറയട്ടെ, അരുൺകുമാറിനെ പോലുള്ള അവസരങ്ങളൊന്നും താങ്കൾ എനിക്ക് എന്തുവാകട്ടെ, എന്താ കാരണം? പാലസ്തീൻ വിഷയം ഈ ലേഖനത്തിൽ പരാമർശിക്കാൻ എന്തുകൊണ്ട് പരാമർശിക്കുന്നില്ല എന്നതിന് വേറൊരു രാഷ്ട്രീയമുണ്ട്. അത് പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ ലേഖനത്തിൽ ഉടനെ സംരംഭങ്ങളുടെ എണ്ണം കൂടിയ കഥ പറയുന്നു. എന്ത് സംരംഭമാണ് കൂടിയത്? കൂടിയ സമയത്ത് നാട്ടിലുള്ള കോഴിപ്പീടിയെയും ബാർബർ ഷാപ്പിനെയും ഒക്കെ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ കണക്കല്ലേ പറഞ്ഞത്. മാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ പറയണം. ഇവിടെ വ്യാവസായ രംഗത്ത് എന്തെല്ലാം അപകടങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കിയത് അറിയും നിങ്ങൾ? ഒരൊറ്റ കാര്യം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഞാനും ഒരു എൻ്റർപ്രൈനറാണ്. പണ്ട് കാലത്ത് നമ്മളൊരു സംരംഭം തുടങ്ങുക, ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനി തുടങ്ങുക. ആ കമ്പനിക്ക് ഒരു ഡെലിവറി വണ്ടി ഉണ്ടാവും, കടയിൽ സാധനം കൊണ്ടു കൊടുക്കാൻ. ആ വണ്ടിൻ്റെ പുറത്ത് നമ്മുടെ ബ്രാൻഡ് നെയിം ഇരുഭാഗത്തൊക്കെ ഒന്ന് എഴുതി വെക്കും ഒരു സംരംഭകൻ. അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് 20 പൈസ ആയിരുന്നു ഒരു സ്ക്വയർ ഫീറ്റിന്. അത് എന്താക്കി അറിയുവന്മാർ? അത് ഒറ്റയടിക്ക് 50 പൈസയായിട്ട് എത്ര ഇട്ടേന്ന് നോക്കണം. ഇന്ന് ഒരു ഒരു ഡെലിവറി വാനിൻ്റെ പുറത്ത് ഈ ചെറുകിട സംരംഭകന് അവരുടെ പേര് എഴുതി വെക്കണമെങ്കിൽ 10-25,000 രൂപ കൊല്ലം കൊടുക്കണം. നിയമമുണ്ടാക്കിയ ആരെ രക്ഷിക്കാനത്? ചെറുകിടക്കാരെ മുഴുവൻ തകർക്കാൻ. മറ്റൊരു കാര്യം പറയും, 15 വർഷം കഴിഞ്ഞ വാഹനം, ആ വാഹനമുള്ളവൻ ഇനി അത് വീണ്ടും പുതുക്കണമെങ്കിൽ 50 ഇരട്ടിയാണ് കൂട്ടിയത്. ആരാണ് 15 കൊല്ലം കഴിഞ്ഞ വാഹനം വാങ്ങുക? മുതലാളിമാർ കൊല്ലം വാഹനം മാറ്റും, ഏറ്റവും പുതിയ മോഡൽ വാങ്ങും. പാവപ്പെട്ടവനാണ് ഒരു ആൾട്ടോ കാർ 10-12 കൊല്ലം പഴക്കമുള്ള ഒരു കാറ് വാങ്ങാൻ സാധാരണക്കാരെ പോകാം. അവൻ്റെ കൊല്ലിക്കിട്ട് പിടിച്ച ഒരു സർക്കാരല്ലത്. ഇവിടെ സംരംഭം ഉണ്ടല്ലോ, ഇവിടെ വിജയിക്കുന്ന ഒരേ ഒരു സംരംഭമുള്ളൂ, അത് പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, എന്നിട്ട് പച്ച വർഗീയത പറയാം. എല്ലാ പ്രോത്സാഹനവും കേരള പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തുണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും മികച്ച സംരംഭം. അങ്ങനെ കുറേ സംരംഭം ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ സംരംഭം, വിജയിച്ച സംരംഭം, ലക്ഷക്കണക്കിന് വരുമാനം കിട്ടുന്ന സംരംഭം, സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങുക. എന്തും വിളിച്ചു പറഞ്ഞോളൂ. നിഷ്ഠേഷമായി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ കുറേയൊക്കെ യോജിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു ഹേറ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അയാൾക്ക് ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആണെന്ന് പറയുന്നത് ശരിയാണ്. അത് നമ്മുടെ സമൂഹം ഇത്രയധികം അടിപ്പെടുന്ന ചോദിക്കുന്നു. അല്ല, അതന്നെയാണ് ഞാൻ പറയുന്നത്. വർഗീയതയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകനായ സ്വീകാര്യത കിട്ടുന്ന അപകടകരമായ ഒരു സമൂഹമായി കേരളം മാറുന്നു. നിങ്ങൾ അല്ല, ഞാൻ അതന്നെയല്ലേ പറയുന്നത്. ഷാഫി ചാലയും താങ്കൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ചോദ്യം ചോദിക്കുന്നു. താങ്കൾ അതിന്റെ ഇരയല്ലേ?
താങ്കൾ അതിനെതിരെയല്ലേ? എന്റെ ചോദ്യം അതാണ്. താങ്കൾക്കെതിരെ മുഖ്യധാര മീഡിയകളോ പത്രങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ യാതൊരു തലയും വാലില്ലാത്ത ഈ വർഗീയ യൂട്യൂബ് ചാനലാണ് ഈ കേരളത്തിലെ എല്ലാവരും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ താങ്കൾ പറഞ്ഞത് ശരിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത്തരം ഹേറ്റ് ചാനലുകൾക്ക് സ്വീകാര്യത കിട്ടുന്ന ഒരു സമൂഹമായി കേരളം മാറുന്നത് ആശങ്കാജനകമാണെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ കേട്ടതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, ശ്രീ എൻ വി ബാലകൃഷ്ണൻ, നമുക്ക് സമീപനത്തിലേക്ക് കേരളത്തിന്റെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ശരി ശരി